നമസ്കാരം. സംസ്ഥാനം അതീവ നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരുമെല്ലാം ഏറെ തിരക്കിലാണ്. സാധാരണയായി പരമ്പരാഗതമായി കേരളത്തിൽ രണ്ട് മുന്നണികൾ തമ്മിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഏറ്റുമുട്ടിയിരുന്നത്. ഒരു മൂന്നാം കക്ഷിയുടെ അഭാവം കേരളത്തിൽ വർഷങ്ങളായി ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം കക്ഷിയുടെ വളരെ ശക്തമായ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. BJP നേതൃത്വം നൽകുന്ന, കേന്ദ്രം ഭരിക്കുന്ന BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി കേരളത്തിലെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും വലിയ ശക്തിയും സ്വാധീനവുമുള്ള രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു. നിരവധി സീറ്റുകളിൽ നിന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ MLA-മാർ വിജയിച്ചു വരും എന്നാണ് പലരും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വളരെ ശാസ്ത്രീയമായ സർവേകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. 9 മുതൽ 14 സീറ്റുകൾ വരെ BJP വിജയിച്ചേക്കാം എന്നാണ് ഈ സർവേ ഫലങ്ങൾ പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വിജയം പോകും എന്നാണ് BJP നേതാക്കളുടെ ആത്മവിശ്വാസം. എന്തായാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒട്ടേറെ മണ്ഡലങ്ങളുള്ള ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 4-ലധികം സീറ്റുകൾ, 4-ലധികം MLA-മാരുണ്ടാകുമെന്ന് ആണയിട്ട് പറയുന്നുണ്ട് സംസ്ഥാനത്തെ BJP നേതാക്കൾ. അതിൽ നമുക്കറിയാം, നേമം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് നേമത്ത് മത്സരിക്കുന്നത്. 2016-ൽ നേമം BJP വിജയിച്ച മണ്ഡലമാണ്. പക്ഷേ 2021-ൽ BJPക്ക് അത് നഷ്ടമായി. പക്ഷേ അതിനുശേഷം 2024-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷമാണ് ഈ മണ്ഡലത്തിൽ നിന്ന് BJPക്ക് ലഭിച്ചത്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ഈ അടുത്ത സമയത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ലീഡ് നിലനിർത്താൻ BJPക്ക് നേമ മണ്ഡലത്തിൽ സാധിച്ചിട്ടുമുണ്ട്. അതുമാത്രമല്ല, കേരളത്തിലെ ഇന്ന് ലഭിക്കാവുന്നതിൽ ഏറ്റവും ശക്തനായ ഒരു നേതാവ് നേമത്ത് BJPക്ക് വേണ്ടി മത്സരിക്കുന്നുമുണ്ട്. വളരെ ശക്തമായ മത്സരം തന്നെ നടക്കുന്നുണ്ട്. ത്രികോണ മത്സരമെന്നൊന്നും നേമത്തെ മത്സരത്തെ പറയാൻ കഴിയില്ല. പക്ഷേ BJPയും LDFും തമ്മിലുള്ള നേരിട്ട കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് നേമം നിയോജക മണ്ഡലം. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം വട്ടിയൂർക്കാവാണ്. ശ്രീലേഖയാണ് അവിടെ മത്സരിക്കുന്നത്. അവർ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറാണ്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ എന്ന നിലയിലാണ് അവർ ഇപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്നും, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും നിരവധി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നിലെത്താൻ, ഒന്നാം സ്ഥാനത്തെത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. 2024-ലെ ഈ തെരഞ്ഞെടുപ്പിലും, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ BJP ഒന്നാം സ്ഥാനത്തായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള കണക്കുകൾ, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള കണക്കുകൾ പരിശോധിച്ചാലും BJP അവിടെ ലീഡ് നിലനിർത്തുന്നുണ്ട്. അതാണ് BJPയുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ ശ്രീലേഖ അവിടെ മത്സരിക്കുന്നത്. അവിടെയും ശക്തമായ പോരാട്ടം നടക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. ആ കഴക്കൂട്ടം മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ V. മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നത്. V. മുരളീധരൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം വെച്ച് നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ BJPയും CPIM-ഉം തമ്മിലുള്ള വോട്ട് വ്യത്യാസം അത് വളരെ കുറവാണ്. തുച്ഛമായ വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തവും ചിട്ടയുമായ പ്രവർത്തനത്തിലൂടെ അത് മറികടക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് BJP. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്തും ശക്തമായ പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങൾ മറ്റ് പ്രതീക്ഷയാകുന്ന, BJPക്ക് പ്രതീക്ഷയാകുന്ന മണ്ഡലങ്ങളാണ്. നെടുമങ്ങാട്ടും ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ BJP ശ്രദ്ധേയമായ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. ഇതിൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അത് കൃത്യമായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തമായി തന്നെ ഈ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനു പുറമെ രാഷ്ട്രീയ സ്വയം സേവക സംഘം കൂടി ഈ മണ്ഡലങ്ങളിൽ കളത്തിലിറങ്ങുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് തെരഞ്ഞെടുപ്പിനും വളരെ നേരത്തെ തന്നെ ഇത്തരം മണ്ഡലങ്ങളിൽ RSS നേരിട്ടിറങ്ങിയിരുന്നു. ഹിന്ദു സ്വാഭിമാന സമ്മേളനങ്ങളടക്കം ഓരോ പഞ്ചായത്തിലും RSS നടത്തിയിരുന്നു. അത് ഈ RSSൻ്റെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊന്നാണ് ഹിന്ദു സ്വാഭിമാന സമ്മേളനം. അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, അത് എല്ലാ പഞ്ചായത്തുകളിലും കേരളം ഒട്ടാകെ നടന്നിരുന്നു. ഈ സമ്മേളനത്തിൽ വലിയ ഒരു ഉണർവാണ് സമൂഹത്തിൽ ഉണ്ടായത് എന്ന് സംഘം വിലയിരുത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഈ സമ്മേളനങ്ങളിലുണ്ടായി. RSSൻ്റെ
പഴയ കാലത്തും പുതിയ കാലത്തുമുള്ള എല്ലാ പ്രവർത്തകരും സജീവമായി തന്നെ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ഈ സമ്മേളനങ്ങൾ വലിയ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇത്തരം നിരവധി സമ്മേളനങ്ങൾ ഉത്തരേന്ത്യയിൽ ഹരിയാനയിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലുമൊക്കെ മഹാരാഷ്ട്രയിലുമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുന്നോടിയായി RSS നടത്തിയിരുന്നു. അതിനുശേഷം നിലമൊരുക്കിയതിനു ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിന് മുകളിലാണ് BJPയുടെ സംഘടനാ സംവിധാനം ഇപ്പോൾ ഈ മണ്ഡലങ്ങളിൽ വിജയകരമായി പ്രവർത്തിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ വിജയം കൈവിട്ടു പോകരുത്, കൃത്യമായി തന്നെ ആ വിജയം നേടിയെടുത്തിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് താഴെത്തട്ടിൽ കുറച്ചുകൂടി ശക്തമായി പ്രവർത്തിക്കാൻ ഇപ്പോൾ സംഘം രംഗത്തിറങ്ങുന്നത്. ഇന്നു മുതൽ വരും ദിവസങ്ങളിൽ സംഘം സജീവമായി തന്നെ ഈ മണ്ഡലങ്ങളിൽ ഉണ്ടാകും. ഈ മണ്ഡലങ്ങൾ മാത്രമല്ല, നിരവധി സംസ്ഥാനത്തിൻ്റെ മണ്ഡലങ്ങളിലും അത്തരത്തിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ RSSൻ്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാകും. പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ അത് കൃത്യമായി തന്നെ നിലനിർത്തുക. ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പഴുതുകൾ കാരണം വിജയം നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായ നിലയിൽ തന്നെ വരും ദിവസങ്ങളിൽ ഈ മണ്ഡലങ്ങളിൽ ശക്തമായി രംഗത്ത് വരും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.